പുതിയ തലമുറയെ നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത് വളരെ പ്രതീക്ഷയോടെയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും ഞെട്ടിക്കുന്നതാണ്. കുട്ടികൾക്കിടയിൽ ആക്രമണവാസന, ദുർവാശി, ആത്മഹത്യാ പ്രവണത ഇതെല്ലാം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇത്തരത്തിൽ ഒരു വിഭാഗം കുട്ടികൾ മാത്രം ഇതിലേക്ക് എത്തപ്പെടുന്നത് എന്തുകൊണ്ടാവാം? നമുക്ക് മാതാപിതാക്കളോടും കുട്ടികളോടും തന്നെ ഇത് ചോദിച്ചറിയാം. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ നാൾക്ക് നാൾ ആക്രമണ വാസനകളിലേക്കൊക്കെ എത്തപ്പെടാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാവാം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികൾ എത്തപ്പെടുന്നത്? എന്തുകൊണ്ടാവാന്ന് ചോദിച്ചിരുന്നാൽ പഴയ പോലെ ഇപ്പോൾ ആരും കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്നില്ല. ശിക്ഷയും കുറവാണ്. അപ്പോൾ അവർ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് പോകും. ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന കാലത്താണെങ്കിൽ നമ്മൾ അടിയും നുള്ളും ഒക്കെ കിട്ടുമായിരുന്നു, എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ. ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുതെന്നാണ് ഡോക്ടേഴ്സ് പോലും പറയുന്നത്. സൈക്കോളജിസ്റ്റും പറയുന്നത്, മറ്റേ എന്തോ കുഞ്ഞുങ്ങളുടെ ഡോക്ടേഴ്സും ഒക്കെ പറയുന്നത്. അപ്പോൾ അതും ഒരു കാരണമാണ്. പിന്നെ മീഡിയ ഉണ്ട്. പിന്നെ അവർക്ക് പബ്ലിക്കുമായിട്ട് ഒരുപാട് ഇൻട്രാക്ഷന് സമയമുണ്ട്. അങ്ങനെ പലരുടെയും അവർ കണ്ടിട്ടായിരിക്കും അവിടുത്തെ ചേട്ടൻ അങ്ങനെ പോകുന്നല്ലോ, ഇവിടുത്തെ ചേച്ചി എങ്ങനെ പോകുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണം. അക്രമവാസന വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് എനിക്ക് പറയാനുള്ളത്, കാരണം കുട്ടികൾക്ക് രക്ഷകർത്താക്കളുമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള അടുപ്പം കുറഞ്ഞത് കൊണ്ട് തന്നെയാണ്. കാരണം ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് വന്നാൽ ആദ്യം അവൻ്റെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നത് അവൻ്റെ അമ്മയോടായിരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് അമ്മയ്ക്കത് കേൾക്കാനുള്ള സമയമില്ല, അച്ഛനോടായിരിക്കും. രാത്രി വൈകി എത്തുന്ന അച്ഛനോട് അച്ഛനും അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവാത്തതായിരിക്കില്ല, അവർക്ക് സമയം ഉണ്ടാവില്ല. കാരണം ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് അവരുടേതായ പ്രശ്നങ്ങൾ തന്നെ അവർക്ക് ചെയ്തു തീർക്കാൻ സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാവും. പക്ഷേ അപ്പോൾ ഇതുകൊണ്ട് കുട്ടികൾ കൂടുതൽ ആശ്രയിക്കുന്നത് എന്താ, മൊബൈൽ ഫോണിനെയും ടി വി ഇങ്ങനെയുള്ള മാധ്യമങ്ങളെയാണ്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള കാരണങ്ങളും കാണാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നല്ലതേത് ചീത്തയേത് എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു കൊടുക്കാനോ പകർന്നു കൊടുക്കാനോ വീട്ടിൽ അതിനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും കുട്ടികൾ ഇതിലേക്ക് പോകുന്നത്. അപ്പം കുട്ടികൾ പൊതുവിലുള്ള സ്ഥലങ്ങളിൽ തേടും, കൂട്ടുകാരോടൊപ്പം പോകുമ്പോൾ അവരിൽ നല്ലതും ചീത്തയും ഉണ്ടാവും, വഴിയിൽ പലരും കാണും. അപ്പോൾ അവരിലൊക്കെ തട്ടി വരുമ്പോഴത്തേക്കും അവർക്ക് നല്ലതേത് ചീത്ത ഏത് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇന്ന് കുട്ടികൾ കൂടുതലും അങ്ങനെയൊക്കെ പോകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് എത്തപ്പെടാൻ കാരണം പേരൻറ്റിങ്ങിലെ ഒരു അഭാവമാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്താണ് അഭിപ്രായം, ഒന്ന് പറയൂ. പേരൻറ്റിങ്ങിലെ അഭാവം എന്ന് പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ജനിച്ച് വളരുമ്പോൾ തന്നെ അവരുടെ എല്ലാ രീതികളും നമ്മൾ പാരൻസിന് ബേസ്ഡ് ആയിരിക്കുമല്ലോ. പിന്നെ അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്സ് എങ്ങനെയായിരുന്നു, അവരുടെ ഫ്രണ്ട്സ് സർക്കിൾ എങ്ങനെയാണ്. അപ്പം പാരൻസ് നമ്മളെ എങ്ങനെ വളർത്തുന്നു ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ ക്യാരക്ടർ ഫസ്റ്റ് സ്റ്റെപ്പ് വരിക. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ അവിടെയുള്ള ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാർ മാറുമ്പോൾ അങ്ങനെ നമ്മുടെ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പോലും നമ്മുടെ പാരൻസിൻ്റെ ഒരു ക്യാരക്ടർ അതായിരിക്കും മെയിൻലി നമുക്ക് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പഠിച്ചിരുന്നപ്പോഴാണെങ്കിൽ 1-ാം ക്ലാസ് തൊട്ട് ടീച്ചർ നമ്മളെക്കാൾ വലിയൊരു വടിയും കൊണ്ടാണ് വരുന്നത്. അത്രയും നല്ല, കാരണം ഞാൻ ഉൾപ്പെടെ ടീച്ചർമാരെന്ന അടിയും ഉൾപ്പെടെ എല്ലാം കൊണ്ടാണ് എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ അടിയിലോട് ഞാൻ യോജിക്കുന്നതല്ല. കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്ക് ടീച്ചറിനോട് സ്നേഹവും ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നല്ല അടി കിട്ടും. എനിക്കുൾപ്പെടെ നല്ല അടിയും കിട്ടിയാണ്. അതപ്പം അന്ന് ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളും ടീച്ചറും തമ്മിൽ പേടിയുണ്ട്, അതേപോലെ നല്ല സ്നേഹവും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ ക്ലാസ്സിൽ വടി കൊണ്ടുപോകാൻ പറ്റൂല, കുട്ടികളെ അടിക്കാൻ പറ്റൂല. അത് നല്ലതായിരിക്കും, ഒരു വശം നോക്കിയാൽ നല്ലതായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു ദോഷവശമാണ്. കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടി കൂടുന്നു, എല്ലാം കൂടുന്നു. ചിലപ്പം അവരാണെങ്കിൽ ആരും ഒന്നും പറയില്ല എന്നുള്ള ഇതുകൊണ്ടും ആവായിരിക്കും അതിൻ്റെ ഒരു കാര്യം. പിന്നെ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിലാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും രണ്ടുപേർക്കും ജോലിയുള്ളവരാണ്. ഇപ്പം സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളാണെങ്കിൽ നേരെ ട്യൂഷനിലായിരിക്കും പോകണം. എന്നിട്ട് രാത്രി 8 മണിക്ക് വരും. കാരണം രക്ഷകർത്താക്കളാരും കുട്ടികളെ നേരെ നോക്കാൻ ഉള്ള സമയം കിട്ടൂല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും. മെയിനായിട്ട് ഒന്ന്, സ്കൂളിൽ കുട്ടികൾക്ക് ടീച്ചറിനോടുള്ള ഭയക്കുറവ്, അതൊരു പ്രശ്നമാണ്. 2, ഇന്നത്തെ സമൂഹം, അതായത് രണ്ടുപേരും. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിൽ വരുമ്പോഴാണെങ്കിൽ അമ്മയും അച്ഛനും ആണെങ്കിൽ നോക്കും, എന്ത് പഠിപ്പിച്ച് എങ്ങനെയൊക്കെ എന്നുള്ളത് നോക്കും. 2, ടീച്ചറിനോട് ഭയമില്ല. അതാണ് 2 പ്രശ്നം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കുറേ ഘടകങ്ങളുണ്ട്. അതായത് സിനിമ, കുട്ടികൾ, നമ്മുടെ ഫ്രണ്ട്സ്, ഇതെല്ലാം നമ്മളെ പലപ്പോഴും സ്വാധീനിക്കാറുണ്ടോ? താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും ജീവിത സാഹചര്യം അല്ലെങ്കിൽ അനുഭവം വെച്ച് ഒന്ന് പറയൂ. അല്ല, ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂവിനെ പറ്റിയാണ് പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നത്, അതായത് സിനിമ ഈ ആൾക്കാർ ഒരുപാട് മോശക്കാരാക്കുന്നു, വയലൻസ് കൂടിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ ഒരുപാട് സിനിമ കാണുന്നതാണ്. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ഏറ്റവും വലിയൊരു ഹരം എന്ന് പറഞ്ഞ സിനിമയാണ്.
അപ്പോൾ ഞാൻ അത്രയും സിനിമ കാണുന്ന ആൾ തന്നെയാണ്. പക്ഷേ സിനിമയിൽ തന്നെ ഒരുപാട് വയലൻസും ഉണ്ട്, അതുപോലെ തന്നെ നല്ല നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എടുക്കാനുള്ള ചോയ്സ് നമ്മുടേതാണ്. നമുക്ക് ഈ വയലൻസ് ആണോ അതോ നല്ല കാര്യങ്ങളാണോ എടുക്കേണ്ടതെന്നുള്ളത് ഓരോ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. പിന്നെ ആ ആറ്റിറ്റ്യൂഡ് വരുത്തി എടുക്കേണ്ടത് പാരൻസിനോടൊപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെയും ഒരു ഡ്യൂട്ടിയാണ്. കാരണം ഒരു കുട്ടി ഇപ്പോൾ +2 വരെ ആണെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും, നമ്മളെല്ലാവരും അത് കഴിഞ്ഞ് വന്നവരാണ്. വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മളിരിക്കുന്ന സ്കൂളിലാണ്. അപ്പോൾ ആ കുട്ടി എന്താണ് ചെയ്യുന്നത്, ആ കുട്ടിയുടെ കാലിബർ എന്താണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ തോട്ട് പ്രോസസ്സ് എന്താണെന്നുള്ളത് ഒരു ടീച്ചർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇപ്പോഴുള്ള ടീച്ചേഴ്സിനെ നമ്മൾ കുറ്റം പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു കുട്ടി ഒരു കംപ്ലയിൻറ്റ്, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടി കൊടുക്കുന്നതിന് പകരം ആ കുട്ടിയുടെ പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത് എന്നുള്ളത് ഫുള്ള് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഓരോ സ്കൂളിലെയും ടീച്ചേഴ്സാണ്, അല്ലെങ്കിൽ ആ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പാരൻസിനെ പറയേണ്ടത്. കാരണം കുട്ടി കൂടുതലിരിക്കേണ്ടത് സ്കൂളിലാണ്. അപ്പോൾ സ്കൂളിലുള്ള ടീച്ചേഴ്സ് ആദ്യം കുട്ടിയെ നേരെ നോക്കണം. എന്നിട്ട് ബാക്കി പാരൻസും ഈ പറയുന്ന പോലെ നമ്മൾ കുട്ടികൾ സ്വന്തം മക്കൾ എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് അവരും അനലൈസ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ കുട്ടികളെ എന്താണ് അവർ നല്ലത് ചെയ്യുന്നുണ്ടോ മോശം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊരു തീരുമാനത്തിലെത്താനുള്ളത്. ഞാൻ സിനിമ കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്ന സിനിമയിലുള്ള നല്ല വശങ്ങൾ മാത്രമാണ്. കാരണം ഞാൻ വയലൻറ്റ് മൂവീസും കാണുന്ന, ഈ കൊറിയൻ മൂവീസും കാണുന്ന ആളാണ്. പക്ഷെ അത് അഡാപ്റ്റ് ചെയ്ത് അത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരാളല്ല ഞാൻ. അത് നമ്മുടെ യുക്തിയാണ്. നമ്മൾ വളർന്നു വന്ന സാഹചര്യം, ആ ഒരു യുക്തിയിൽ ചിന്തിക്കാനുള്ളൊരു കേപ്പബിലിറ്റി നമുക്കുണ്ട്. അതുപോലെ എല്ലാവരും ആയി വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനീ പറയുന്ന ടീച്ചേഴ്സും പാരൻസും അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ഈ MDMA ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ലോയും കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആവണമെന്നുണ്ട്. നമ്മുടെ എക്സൈസ് ആണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം ഇവർ ഈ കുട്ടികൾ ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്, അവരെ കംപ്ലയിൻറ്റ് കൊടുത്ത് അല്ലെങ്കിൽ അവരെ നേർവഴിക്ക് നടക്കുന്നതിന് പകരം ഈ സാധനം സോഴ്സ് എവിടെ നിന്ന് വരുന്നു, ആ സോഴ്സ് എവിടെ നിന്നാണെന്നുള്ളത് നിർത്തണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുവരെയുള്ള പല കുട്ടികളും വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ, ആ ഒരു സോഴ്സ് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ. അതാണ് ആദ്യം ചെയ്യാനുള്ളത്. അത് നിർത്തിയിട്ട് വേണം. പിന്നെ ഗവൺമെൻറ് ഏറ്റവും ലഹരി കിട്ടുന്ന 2 സാധനങ്ങൾ, ഒന്ന് നമ്മുടെ ലിക്കർ, ഈ സാധനവും സിഗരറ്റ് ആണെങ്കിലും ഒരു തരം ലഹരിയാണ്. ഇത് രണ്ടും ഗവൺമെൻറ് നല്ല വരുമാനം ഉള്ളത് കൊണ്ട് തന്നെ അവർ ഒരിക്കലും അടച്ചു പൂട്ടാനും പോകുന്നില്ല. സെയിൽസ് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവരാദ്യം ചെയ്യേണ്ടത് ഈ ലിക്കറും സ്മോക്കിങ്ങും ഈ സിഗരറ്റിൻ്റെയും സെയിൽസ് നിർത്തുക. എന്നിട്ട് വേണം അവരുടെ കയ്യിലിരിക്കുന്ന സാധനം അവർ നേരെ ആക്കിയിട്ട് വേണം അവർക്ക് അറിഞ്ഞൂടാത്ത സോഴ്സിൽ നിന്ന് അവർ ആദ്യം ചെന്നെത്താനുള്ളത്. ആദ്യം ഇത് രണ്ടും അവർ നിർത്തലാക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളും അവർ നിർത്തലാക്കട്ടെ. സമൂഹം ആ രീതിയിൽ ചെയ്യണം, അത്രേ ഉള്ളൂ. സിനിമയിലൂടെയും അവർക്ക് ചെറുതായി കിട്ടുന്നുണ്ട്. പക്ഷെ അത് മാത്രമേ ഇപ്പോൾ ഈ സിനിമ മാർക്കോ എന്ന് തന്നെ ഇറങ്ങി. അതിൽ തന്നെ ഒരു ഏജ് ക്രൈറ്റീരിയ ഉണ്ടല്ലോ, 18+. എന്നിട്ടും അവർ കാണുന്നോണ്ടാണല്ലോ ഇങ്ങനത്തെ അക്രമാസക്തമായ പെരുമാറ്റത്തേക്ക് മാറിപ്പോകുന്നത്. അപ്പോൾ വീട്ടുകാർക്കും അതിലൊരു മേജർ റോളും വരുന്നുണ്ട്, അവർ കാണുന്നോണ്ടായതുകൊണ്ട്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ അമിതമായിട്ടും ആക്രമണ വാസനയിലേക്കും ആക്രമണ രീതിയിലേക്കും ഒക്കെ എത്തപ്പെടുകയാണ്. അപ്പോൾ അത് പലപ്പോഴും പേരന്റിങ്ങിലെ അഭാവമാണോ? എന്താണ് സാറിന് അതിനെക്കുറിച്ചൊന്ന് പറയാനുള്ളത്? ഈ കുട്ടികളിൽ അധികം പേരും സ്വന്തം രക്ഷകർത്താക്കളുടെ നിയന്ത്രണത്തിലല്ല ഇപ്പോൾ കഴിയുന്നത്. അധികം പേരും ഈ പുറത്തിറങ്ങി ഈ മയക്കുമരുന്നിൻ്റെ ഒരു ലോബിയുണ്ട്. അത് ചെറുതല്ല, എല്ലാ രംഗങ്ങളിലും പ്രായവ്യത്യാസമില്ലാതെ ഈ കുട്ടികളെ അതിൽ കൂടെ കൊണ്ടുപോയി വശീകരിച്ച് അതിൽ ചേർത്ത് അവരെ കൊണ്ട് ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം പ്രേരിപ്പിക്കുകയാണ്. അതാണ് ഇങ്ങനെ വരാൻ കാരണം. അപ്പോൾ ഇതിനൊക്കെ പല പാർട്ടിക്കാരും ഇതിന് ഫുൾ സപ്പോർട്ടാണ്. ഏത് പാർട്ടിയെന്ന് എടുത്തു പറയുന്നില്ല, പക്ഷെ പാർട്ടിക്കാരിൽ ചില പ്രധാനപ്പെട്ട സംഘടനകൾ ഇതിന് സപ്പോർട്ടാണ്. അത് കാരണം ഇതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടേ വരികയാണ്. ഇതിനെ നിയന്ത്രിക്കാൻ ആരെക്കൊണ്ടും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാനമായിട്ട് പറ്റുമെങ്കിൽ ചെയ്യണമെന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ തന്നെ നല്ല എഡ്യൂക്കേഷൻ, അതായത് നമ്മളെങ്ങനെ മുതിർന്നവരോട് പെരുമാറണം, പിന്നെ അതുപോലെ റോഡ് നിയമങ്ങൾ, റോഡ് സേഫ്റ്റി നിയമങ്ങൾ, അതെല്ലാം സിലബസ് പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിച്ചാൽ ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ പിന്നെ നിയമങ്ങൾ, പ്രധാനമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന, അത് സ്കൂളിൽ മസ്റ്റായിട്ട് പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഈ റോഡ് റൂൾസ്, അതുപോലെ ഭരണഘടന, ഇതെല്ലാം പഠിപ്പിക്കുകയാണെങ്കിൽ, സ്കൂളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം തലമുറയെ നമുക്കൊരു 80% വരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ പാരൻറ്റിങ് ഒരു പ്രധാന കാരണമാണെന്ന് തോന്നുന്നു. കുട്ടികൾക്കിപ്പം വീട്ടിലാവശ്യത്തിന് കെയറിങ്ങിന് ഈവൻ പാരൻറ്റിങ്ങിനെ കിട്ടാറില്ല. എല്ലാവരും അവരുടെ ജോലിക്ക് ബിസിയാണ്. ഈവൻ സ്കൂൾ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ മാക്സിമം TV-ലോട്ടും പരമാവധി കുട്ടികൾ ഫോണിലൂടെ ഒക്കെ പോകുന്നത്. ഈവൻ ഫോൺ തന്നെ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടികളുടെ മെൻ്റൽ എബിലിറ്റി തന്നെ ഭയങ്കരമായിട്ട് മാറുന്നു എന്ന് തോന്നുന്നുണ്ട് എനിക്ക് പലതായിട്ട്. കാര്യം കുറച്ച് അഗ്രസീവ് ആവുന്നുണ്ട്. അപ്പം അത് കുഞ്ഞ് സ്റ്റേജിൽ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് കുറേ കഴിയുമ്പോഴത്തേക്കും അവർ വലുതാവും തോറും അവർക്ക് ഏറ്റവും കൂടുതൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒരു മാധ്യമമാകുമ്പോഴത്തേക്കും പിന്നെ അത് കൂടി അക്രമവാസനയോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈവൻ പല മൂവീസും
കുറേയൊക്കെ വയലൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അവൻ കുട്ടികൾക്ക് അത് കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എനിവേ അവരിതൊക്കെ കാണുന്നുണ്ട്. അതിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു ഹീറോയിസം കുറച്ച് വയലൻസ് കാണിക്കുന്നത് എന്ന രീതിക്ക് വരുമ്പോഴത്തേക്കും അതും കുട്ടികളിൽ വലുതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഈവൻ സ്കൂൾ ലെവലിൽ തന്നെ കുറച്ച് സൈക്കോളജിക്കൽ സ്റ്റഡിയും കുട്ടികളുടെ അങ്ങനത്തെ ഒരു ഓറിയൻറ്റേഷൻ കണക്കാക്കി ഒരു ക്ലാസ്സും ഒക്കെ വരുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മാതാപിതാക്കളെ തെറ്റുകുറ്റങ്ങൾ കൊണ്ടാവാം, പിന്നെ കൂട്ടുകാർ അങ്ങനെ ഉണ്ടാവാം. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ നാട്ടിൽ നടക്കുന്നത്. പിന്നെ ഇതൊക്കെ തന്നെ മൊബൈലുമാണ് ഇപ്പോഴത്തെ കാരണങ്ങൾ. ഇപ്പോൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മൊബൈൽ ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവർക്ക് ആഹാരം കഴിക്കണമെങ്കിൽ അവർക്ക് മൊബൈൽ വേണം. അപ്പോൾ ഇതെല്ലാം മാതാപിതാക്കളുടെ തെറ്റ് തന്നെയാണ്. അവർ കൂടുതലും മാതാപിതാക്കൾ കുട്ടികളെ നോക്കേണ്ട ഒരു ഘടന. നമ്മൾ സ്കൂളിൽ അയച്ചാൽ മാത്രം പോരാ, അവരെ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നും കൂടി മാതാപിതാക്കൾക്കും കൂടെ ഒന്നത് നോക്കേണ്ടതായിട്ട് കടമയുണ്ട്. രണ്ടാമത് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ ലഹരി മാഫിയ, ആ ലഹരിയുടെ അടിമയാവുന്ന കൂട്ടുകാരിയരുക, അവരെ ഒരു ഇതിനു വേണ്ടി അവർ ഉപയോഗിക്കുന്നത്, പിന്നെ അത് ശീലമാവുന്നു. അവർക്ക് പിന്നെ പല സിനിമകൾ കണ്ട് അതിൽ കാണുന്ന സ്റ്റണ്ടിൻ്റെ കാര്യങ്ങളും പലതും കണ്ട് പിന്നെ ആ രീതിയിലേക്ക് തിരിഞ്ഞാണ് ഈ തെറ്റായ മാർഗത്തിലേക്കൂടെ വരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ അടുത്തിടെ നമ്മൾ കേട്ട ഒരു കേസാണ് താനൂരിലെ കേസ്. ആ 2 പെൺകുട്ടികൾ അവർ വീട് വിട്ട് ഇറങ്ങി പോവുകയാണ്. ഒരു പക്ഷെ അവരുടെ പിടിവാശിയുടെ പുറത്തായിരിക്കാം അവർ ഇറങ്ങി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ കുട്ടികൾ എന്തുകൊണ്ടാവാം ഇത്തരത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഉള്ള സാഹചര്യം എന്തായിരിക്കാം? സാഹചര്യം എന്ന് വെച്ചാൽ വീട്ടുകാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. കുറച്ച് നല്ല അടി കൊടുത്ത് വളർത്തിയ ഏത് കുട്ടികളായാലും ശരി. അത് പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷയില്ല. അത് കൊലപാതകമായാലും ശരി, എന്തടിസ്ഥാനത്തിലായാലും. ഒന്നാമത്തെ കാര്യം കുട്ടികൾക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തു. രണ്ടാമത്തെ കേസ് ഫോണ്. മൂന്നാമത്തെ കേസ് പണ്ടുള്ള അധ്യാപകർക്ക് വടി കൊടുക്കുമ്പോഴത്തേക്ക് വടി എടുക്കുമ്പോൾ തന്നെ അവർക്ക് കുട്ടികൾക്ക് പേടിയുണ്ടായിരുന്നു. വീട്ടിൽ ഗുരുക്കന്മാരെ പേടിയുണ്ടായിരുന്നു. ഇപ്പം ഗുരുക്കന്മാരെ പേടിയില്ല, മാതാപിതാക്കളെ പേടിയില്ല. പിന്നെ ഫോണിന് കുഞ്ഞുനാൾ മുതൽ ഫോണ് കൈകാര്യം ചെയ്ത് അങ്ങനെയാണ് പിള്ളേർ ചാനലിലും അത് ഇതും ഫോണിൽ പല ഇതിലും കണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം കുഞ്ഞുനാളിൽ അതിന് അഡിക്റ്റായി അത് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. സ്വന്തം ഇഷ്ടപ്രകാരം എങ്ങനെയും ജീവിക്കാം എന്നുള്ളൊരു ധൈര്യം വന്ന് കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കുറവ് എന്താണെന്ന് പിന്നീടാണ് ചിന്തിക്കുന്നത്. ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷമാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ പുറമെയാണ് പിള്ളേർ പീഡനം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പറഞ്ഞത്. മയക്കുമരുന്നിൻ്റെ അടിമയിൽ ആയിപ്പോകുന്ന കുട്ടികളാണ് കൂടുതലും ഉള്ള ആൾക്കാരങ്ങനെ ചെയ്യുന്നത്. മയക്കുമരുന്നിൻ്റെ കാര്യങ്ങളിൽ അടിമപ്പെട്ടു പോകുന്നതിൽ രക്ഷപ്പെടാതെ കുട്ടികളും കുടുംബങ്ങളും രക്ഷപ്പെടുന്ന കാര്യം വളരെ ചുരുക്കമാണ്. നമ്മുടെ കേരളത്തിൽ കുട്ടികൾ ധാരാളമായി ആക്രമണ വാസനയിലേക്കും ആക്രമണ രീതിയിലേക്കും ഒക്കെ കടക്കുന്നു. അവർ എന്തുകൊണ്ടാവും ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കുട്ടികൾ എത്തപ്പെടുന്നതും പെട്ടെന്ന് പ്രകോപനമായിട്ട് അവരുടെ പെരുമാറ്റ രീതികളും ഒക്കെ ഇങ്ങനെ മാറുന്നതിനുള്ള കാരണം എന്താവാം? ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വീട്ടിലെ രക്ഷിതാക്കൾ ജോലിത്തിരക്കിൽ പോകുന്നതുകൊണ്ട് കുട്ടികളെ കേൾക്കുന്നതിന് കുട്ടികളുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് കഴിയുന്നില്ല. പഴയ കാലത്ത് കൂട്ടുകുടുംബമായിരുന്നു. ഈ കൂട്ടുകുടുംബത്തിൽ ഒരു അമ്മമ്മ കാണും, ഒരു അച്ഛനമ്മ കാണും, ഒരു കൊച്ചുമക്കൾ കാണും. ഇവരെല്ലാം കൂടി കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ അണുകുടുംബമായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. പിന്നെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ അമിതമായ ഉപയോഗം, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് പിള്ളേർക്കെല്ലാം കൈക്കുമ്പിള്ളാവുന്നു. അപ്പം ചെറുപ്രായത്തിൽ തന്നെ അരുതാത്തതും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഇത് കുട്ടികളുടെ കയ്യിലെത്തുന്നു. അവരെ തിരുത്താനോ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ രക്ഷിതാക്കൾക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. സ്കൂളുകളിൽ അതിനുള്ള ഒരു അന്തരീക്ഷമില്ല. അധ്യാപകരെ സംബന്ധിച്ച് പഴയ രീതിയിൽ കുട്ടികളെ അടിക്കുകയോ അതുപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിമിനൽ കേസായിട്ട് മാറിയിരിക്കുക. നിയമം ആ നിലയിൽ മാറിയത് കുട്ടികൾക്ക് ഒരു പ്രചോദനമാകുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓരോ കുട്ടികളുടെയും സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നത് അവരുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. പിന്നീട് അവർ സ്കൂളുകളിലേക്ക് എത്തിപ്പെടുമ്പോഴും അധ്യാപകർ അവരുടെ ജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു. ഇപ്പോഴത്തെ ഒരു വിഭാഗം കുട്ടികൾ ആക്രമണങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നതിലേക്കും ആത്മഹത്യയിലേക്കും എല്ലാം കടക്കുന്നതിനുള്ള പ്രധാന കാരണമാകുന്നതും അവരുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ തന്നെയാണ്. നിയന്ത്രണാതീതമായ അവസരങ്ങളാണ് പുതുതലമുറയെ ഓരോ തെറ്റുകളിലേക്ക് നയിക്കുന്നത്. നല്ലൊരു നാളെ ഉണ്ടാകണമെങ്കിൽ പുതുതലമുറയെ നന്നായി പരിഗണിക്കേണ്ടതും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്.